മക്കളെ, കിഡ് മാത്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സുകാരുടെ പാരലൽ ലൈൻസ് എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നില്ലേ? അതിലെ പേജ് 93-ലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദ പിക്ചർ ദ പെർപെൻഡിക്കുലർ ഈസ് ഡ്രോൺ ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ടു ദ ബേസ്. അപ്പോൾ നമുക്ക് എന്നിട്ട് അവരോട് ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ പിക്ചർ. ഇങ്ങനത്തെ ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നേക്കാണ്. എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ, താഴത്തെ ലെങ്ത് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് കാണിക്കുന്ന ഒരു സിമ്പലും തന്നിട്ടുണ്ട്. ഇത്രയും കാര്യം തന്നിട്ടുണ്ട് അല്ലേ? എന്നിട്ട് നമ്മളോട് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് the length of the third side of the large right triangle and length of the all three sides of the small right triangle. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊരു പേര് കൊടുക്കാം. പേര് നമ്മൾ എ ബി സി ഡി ഇ എന്ന് കൊടുക്കണം. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? വലിയ റൈറ്റ് ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ്, അതായത് ഈ വശത്തിന്റെ നീളം തന്നിട്ടില്ല. വലിയ റൈറ്റ് ട്രയാങ്കിളിന്റെ മറ്റ് രണ്ട് വശങ്ങളുടെ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ എ ഡി ഈക്വൽ ടു 10 സെന്റിമീറ്റർ, എ സി ഈക്വൽ ടു 8 സെന്റിമീറ്റർ. പക്ഷെ എന്ത് തന്നിട്ടില്ല? ഡി സി തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഡി സി എത്രയാണെന്ന് കണ്ടെത്തണം. പിന്നെ എന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത്? ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഓൾ ദ ത്രീ സൈഡ്സ് ഓഫ് ദ സ്മോൾ റൈറ്റ് ട്രയാങ്കിൾ. അതായത് ചെറിയ റൈറ്റ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഏതായത്? എ ബി ഇ അല്ലെ? ആ റൈറ്റ് ട്രയാങ്കിളിന്റെ മൂന്ന് വശങ്ങളുടെയും ലെങ്ത്, അതായത് എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കണം, ബി ഇയുടെ ലെങ്ത് കണ്ടെത്തണം, എ ഇയുടെ ലെങ്ത് കണ്ടെത്തണം. ഇത്രയും 4 കാര്യങ്ങൾ കാണാനാണ് ചോദിച്ചേക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കണക്കാണ്. അപ്പൊ നമുക്ക് നോക്കാം, അവർ പറഞ്ഞിരിക്കുന്ന ക്ലൂ ഒക്കെ നോക്കാം. ആദ്യത്തെ കാര്യം എന്താ തന്നിരിക്കുന്ന ക്ലൂ? ഈ എ ഡി സി റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താ? ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ മിഡിലിലൂടെ, അതായത് ഇതിപ്പോ 10 സെന്റിമീറ്റർ ലൈൻ ആണെങ്കിൽ അതിന്റെ മിഡ് പോയിന്റിൽ നിന്നാണ് താഴേക്ക് പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. മിഡ് പോയിന്റിൽ നിന്നാണ് താഴേക്ക് പെർപെൻഡിക്കുലർ വരച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ എന്ത് മനസ്സിലായി? എയുടെ നീളം എത്രയാണ്? 5 സെന്റിമീറ്റർ. ഇ ഡിയുടെ നീളം എത്രയാണ്? 5 സെന്റിമീറ്റർ. അതായത് എ ഡി എന്നുള്ള ലൈനിനെ കൃത്യം മിഡിലിൽ വെച്ചിട്ടാണ് ഈ കട്ട് ചെയ്തിരിക്കുന്നത്. അതവർ തന്നിരിക്കുന്ന കാര്യം കേട്ടോ. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ താഴേക്ക് വരച്ചിരിക്കുന്ന ഈ ലൈൻ, ഈ താഴത്തെ ലൈനിന് പെർപെൻഡിക്കുലർ, അതായത് ഇവിടെ 90 ഡിഗ്രിയാണ് ഫോം ചെയ്യണേന്ന് അർത്ഥം. അങ്ങനെ 90 ഡിഗ്രിയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ എന്ത് പറയാൻ പറ്റും നമുക്ക്? ഇവരുടെ പരസ്പരം ഇ ബി എന്നുള്ള ലൈനും ഡി സി എന്നുള്ള ലൈനും പരസ്പരം പാരലൽ ലൈൻസ് ആയിരിക്കുമല്ലോ. കാരണം ഇത് 90 ഡിഗ്രി ഫോം ചെയ്യണം, ഇവിടെ 90 ഡിഗ്രി ഫോം ചെയ്യണം. അപ്പൊ ഇവര് പാരലൽ ആയിട്ടല്ലേ പോവാ? അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. എന്നിട്ട് നമുക്കിനി ഇവര് ചോദിച്ചിരിക്കുന്ന അറിഞ്ഞുകൂടാത്ത ഈ വശത്തിന്റെ നീളം, പിന്നെ ചെറിയ ട്രയാങ്കിളിന്റെ 3 വശത്തിന്റെ നീളം. അതിലൊരു വശത്തിന്റെ നീളം നമുക്ക് ഇപ്പൊ തന്നെ കിട്ടി അല്ലേ? എയുടെ നീളം ഇപ്പൊ തന്നെ നമുക്ക് കിട്ടി. എത്രയാണ്? ഇതിന്റെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു 5 സെന്റിമീറ്റർ. കാരണം എന്താ? ഈ 10 സെന്റിമീറ്ററിന്റെ മിഡ് പോയിന്റിൽ നിന്നാണ് താഴേക്ക് വരച്ചേക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എ 5 സെന്റിമീറ്റർ ആണ്. ഇനി മറ്റു വശങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഈ ഡി സി നോക്കാം അല്ലെ? ഈ ഡി സിയുടെ പ്രത്യേകത എന്താ? ഇതൊരു റൈറ്റ് ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് ആണ്. റൈറ്റ് ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വേറെ എന്താ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാരലൽ ലൈൻസിന്റെ ഒന്നും സഹായമില്ല. ഇതിന്റെ ലെങ്ത് 10 സെന്റിമീറ്റർ ആണെന്ന് അറിയാം, ഇതിന്റെ ലെങ്ത് 8 സെന്റിമീറ്റർ ആണെന്ന് അറിയാമെങ്കിൽ ഈ മൂന്നാമത്തെ വശം കണ്ടുപിടിക്കാൻ നമുക്ക് ആരുടെ സഹായം മതി? പൈത്തഗോറസിന്റെ സഹായം മതി. കാരണം എന്താ? ഡി സിയുടെ ലെങ്ത്, ഈ പിക്ചർ തന്നെയാണ് കേട്ടോ മിസ് ഇവിടെ എടുത്ത് വരച്ചേക്കണേ. ഡി സിയുടെ ലെങ്ത് ഈക്വൽ ടു എന്ത് വരും? പൈത്തഗോറസ് തിയറം വെച്ച് ബൈ പൈത്തഗോറസ് തിയറം ഡി സി ഈക്വൽ ടു റൂട്ട് ഓഫ് അല്ലേ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. നമ്മൾ പേര് കൊടുക്കാം. ഡി സി ഈക്വൽ ടു ഈ ലെങ്ത് എത്ര വരും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 10 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ, which is root of 100 minus 64, അതായത് റൂട്ട് 36. റൂട്ട് 36 നമുക്കറിയാം എത്രയാണ്? 6 സെന്റിമീറ്റർ. അപ്പൊ ഈ ഡി സിയുടെ നീളം നമ്മൾക്ക് നീളം കിട്ടി. എത്രയാണത്? 6 സെന്റിമീറ്റർ. ആ 6 സെന്റിമീറ്റർ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ കാര്യമല്ലായിരുന്നോ? അപ്പൊ നമ്മളിത് അതും കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ ചെറിയ ട്രയാങ്കിളിന്റെ 2 വശവും കൂടെ കണ്ടുപിടിക്കാനുണ്ട് അല്ലെ? എ ബിയും അറിയണം, നമുക്ക് ഇ ബിയും അറിയണം. ഈ 2 കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിന് നമുക്ക് പാരലൽ ലൈൻസിന്റെ ചാപ്റ്ററിന്റെ സഹായം വേണ്ടി വരും. എന്താണ്?
പാരലൽ ലൈൻസിന്റെ ചാപ്റ്റർ പറയണേ? നോക്കിയേ, ഈ നമ്മൾ പറഞ്ഞു ഇത് രണ്ടുപേരും പരസ്പരം 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? EB പാരലൽ ടു DC എന്ന് പറയാം അല്ലെ. EBയും DCയും പാരലൽ ലൈൻസാണ്. പാരലൽ ലൈൻസിന്റെ പ്രത്യേകത എന്താ? ഇവര് ഏത് ലൈനിനെയും ഒരേ റേഷ്യോയിൽ തന്നെയാണ് കട്ട് ചെയ്യുക. 3 or more parallel lines cut any 2 lines in the same ratio. അതല്ലേ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി. അപ്പോൾ നിങ്ങൾ ഇവിടെ മിസ്സേ 3 പാരലൽ ലൈൻ ഇല്ലല്ലോ എന്ന് വിഷമിക്കേണ്ടത്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു പാരലൽ ലൈൻ വരച്ചു എന്ന് വിചാരിക്കും. അപ്പൊ 3 പാരലൽ ലൈൻ ആയില്ലേ? അപ്പൊ 3 പാരലൽ ലൈൻസ് ഉണ്ട്. അത് ഈ ലൈനിനെ ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്? 5:5 അല്ലേ? 5:5 എന്ന് വെച്ചാൽ എത്രയാ? 5:5 മീൻസ് 1:1. 1:1 എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? മിഡ് പോയിന്റ്. ഓക്കെ, കൃത്യം പകുതിക്ക് കട്ട് ചെയ്യുമ്പോഴാണ് രണ്ടെണ്ണത്തിനും സെയിം നമ്പർ വരാം കേട്ടോ. 5:5, 6:6, 10:10 ഇങ്ങനെ എന്ത് സെയിം നമ്പർ തന്നെ വന്നാൽ ഉദ്ദേശിച്ച് മനസ്സിലാക്കിക്കോണം. ഹാഫ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഹാഫ് ആയിട്ട് ഇതിനെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ലൈനിനെയും എങ്ങനെ തന്നെ കട്ട് ചെയ്യും? ഹാഫ് ആയിട്ട് തന്നെ, സെയിം റേഷ്യോ തന്നെ കട്ട് ചെയ്യുന്നല്ലേ. അപ്പൊ ഇത് 8 സെന്റിമീറ്റർ ലൈൻ അല്ലേ? 8 സെന്റിമീറ്റർ ലൈനിനെ ഹാഫ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? ഇത് 4 സെന്റിമീറ്റർ, ഇതും 4 സെന്റിമീറ്റർ. അപ്പൊ AC എന്നുള്ള ലൈൻ EB കാരണം എങ്ങനെയാണ് കട്ടാവുന്നത്? 4:4. അതായത് എന്താണ്? ഹാഫ് ആയിട്ട് കട്ട് ചെയ്യും. മനസ്സിലായോ നിങ്ങൾക്ക്? EBയും DCയും പാരലൽ ലൈൻസ്. പിന്നെ നമ്മൾ ഇവിടെ 3 or more പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ് ഇവിടെ ഒരു പാരലൽ ലൈൻ വരച്ചത്. അപ്പൊ ഈ 3 പാരലൽ ലൈൻസും ഈ ലൈനിനെ AD എന്നുള്ള ലൈനിനെ ഏത് റേഷ്യോയിൽ കട്ട് ചെയ്തോ അതേ റേഷ്യോയിലായിരിക്കും എന്ത് ചെയ്യുക? AC എന്ന് പറയുന്ന ലൈനിനെ കട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും ഇവിടെ നമുക്ക്? ഇത് 5 സെന്റിമീറ്റർ ആണ്. ഇവിടെ ഇപ്പൊ എത്ര കിട്ടി? ഇത് 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. റീസൺ എന്താന്ന് ഓർമ്മയില്ലേ? എന്താണ്? 2 or more parallel lines cut any two line in the same ratio. അപ്പൊ അത് കിട്ടി. ഇനി നമുക്ക് എന്തിന്റെയും കൂടി നീളം വേണം? ഇനി ഈ EBയുടെ നീളവും കൂടെ കിട്ടണം. അപ്പൊ നമുക്ക് ഈ DCയുടെ നീളം അറിയാം, 6 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച കാര്യം എന്താ? ഈ E എന്ന് പറയുന്നത് ADയുടെ മിഡ് പോയിന്റ്, B എന്ന് പറയുന്നതോ ACയുടെ മിഡ് പോയിന്റ്. അപ്പൊ ഈ മിഡ് പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചേക്കല്ലേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച റിസൾട്ട് എന്തായിരുന്നു? ഏതെങ്കിലും ട്രയാങ്കിളിന്റെ ഏതെങ്കിലും 2 വശങ്ങളുടെ മിഡ് പോയിന്റുകൾ തമ്മിൽ ഒരു ലൈൻ വരച്ചാൽ എന്തായിരിക്കും? അത് മൂന്നാമത്തെ വശത്തിന് പാരലലുമായിരിക്കും, അതിന്റെ ഹാഫ് ദ ലെങ്ത്തുമായിരിക്കും. ഇതിന്റെ നീളം എത്രയാണോ അതിന്റെ പകുതി നീളമായിരിക്കും EBക്ക് ഉണ്ടാവുക. എങ്ങനെ വരച്ചാലാണ്? എനി ലൈൻ joining the midpoints of any 2 sides of a triangle is parallel to the third side and half the length of the third side. അങ്ങനെയാണെങ്കിൽ EB equal to നമുക്ക് എന്ത് പറയാം? EB equal to half DC, that is equal to half of 6, that is equal to എന്ത് കിട്ടി? 3 സെന്റിമീറ്റർ. സൈഡിൽ റീസൺ എഴുതി വെക്കാട്ടോ. എന്താണ്? ഇനി line joining the midpoints of 2 sides of a triangle is parallel to the third side and half the length of the third side എന്ന് മിസ് പറഞ്ഞില്ലേ? അത് ഇതിന്റെ സൈഡിൽ റീസൺ എഴുതി വെക്കുക. കാരണം എന്തിനാ? പിന്നെ മാർച്ചിലൊക്കെ പരീക്ഷയുടെ തൊട്ട് മുമ്പ് പഠിക്കാൻ എടുക്കുമ്പോൾ എങ്ങനെ വന്നു എന്ന് സംശയം വരാതിരിക്കാൻ. നിങ്ങളുടെ ലെങ്ത് ആയില്ലേ? ഇപ്പൊ നമുക്ക് ABയുടെ ലെങ്ത് എത്ര കിട്ടി? AB equal to നമ്മൾ കണ്ടുപിടിച്ചു 4 സെന്റിമീറ്റർ. BE ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു half of 6, that is equal to 3 സെന്റിമീറ്റർ. അത്രേ ഉള്ളൂ. ഈ ചോദ്യത്തിന്റെ തന്നെയാണ് അടുത്ത ചോദ്യം. നോക്കിയേ, ഇതിന്റെ തന്നെ ആദ്യത്തെ 2 പാർട്ട് ഇപ്പൊ നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെ. 93-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുത്തേ മക്കളെ. കണ്ടോ? ആ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് 4 പാർട്ട് ഉണ്ട്. അതിന് ആദ്യത്തെ 2 പാർട്ട് നമ്മളിപ്പോൾ ചെയ്തത് തന്നെയാണ്. അപ്പം നമുക്ക് ചോദ്യം ഒന്ന് വായിക്കാം. ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് ടു ദ ബേസ്. എന്നിട്ട് നമ്മൾക്ക് മുമ്പേ തന്നിരുന്ന അതേപോലത്തെ പിക്ചർ തന്നെ അല്ലേ? പക്ഷെ എന്തില്ല? മെഷേഴ്സ് ഒന്നും തന്നിട്ടില്ല, പിക്ചർ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. പ്രൂവ് ദാറ്റ് ദിസ് പെർപെൻഡിക്കുലർ ഈസ് ഹാഫ് ദ പെർപെൻഡിക്കുലർ സൈഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. അപ്പം നമ്മൾ മുമ്പേ വരച്ച അതേ പിക്ചർ തന്നെ നമുക്ക് വീണ്ടും വേണം ഒന്നുകൂടി വരയ്ക്കാം. പേര് അതേപോലെ തന്നെ കൊടുക്കാം. ABCDE. എന്താ പറഞ്ഞിരിക്കുന്നത്? ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഈസ് ഹാഫ് ദ പെർപെൻഡിക്കുലർ സൈഡ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. അതായത് ടു പ്രൂവ് എന്താണ്? EB ഈക്വൽ ടു
ഹാഫ് ബി സി എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഈ പെർപെൻഡിക്കുലറിന് വലിയ പെർപെൻഡിക്കുലറിന്റെ വലിയ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലറിന്റെ ഹാഫ് ലെങ്തേ ഉള്ളൂ എന്ന്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പറയാം? നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇവർ രണ്ടുപേരും 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇ ബി പാരലൽ ടു ഡി സി ആണെന്ന് പറയാം. ഇ ബി പാരലൽ ടു ഡി സി ആണ്. പിന്നെ എന്ത് നമുക്ക് തന്നിട്ടുണ്ട് അവര്? ഇ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ഡി അല്ലെ? തന്നിരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. ഗിവൺ ഇ മിഡ് പോയിന്റ് ഓഫ് എ ബി വിച്ച് ഇംപ്ലൈസ് എന്താണ്? എ ഇ ഈസ് ടു ഇ ഡി ഈക്വൽ ടു 1:1. മിഡ് പോയിന്റ് ആണെങ്കിൽ റേഷ്യോ എങ്ങനെ വരും? 1:1 റേഷ്യോ. അപ്പൊ ഇ ഡി പാരലൽ ടു ഡി സി, ഇവർ രണ്ടുപേരും പാരലൽ ലൈൻസ് ആണ്. ആ പാരലൽ ലൈൻ എ ഡി എന്ന് പറയുന്ന ലൈനിനെ ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്യണത്? 1:1. അങ്ങനെയാണെങ്കിൽ അത് എ സി എന്ന് പറയുന്ന ലൈനിനെയും ഏത് റേഷ്യോയിൽ കട്ട് ചെയ്യും? 1:1 ആണല്ലോ. വിച്ച് ഇംപ്ലൈസ് എന്താണ്? എ ബി ഈസ് ടു ബി സി ഈക്വൽ ടു എന്ത് വരും? 1:1. അതിന്റെ റീസൺ എന്ത് ചെയ്തും? സെയിം റേഷ്യോ ലൈൻ എന്നാണ് കേട്ടോ ഇത്. ലൈൻ ഇൻ ദ സെയിം റേഷ്യോ, ഇതാണ് റീസൺ. ഈ റീസൺ സൈഡിലേക്ക് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് വന്നു? ഇവർ രണ്ടുപേരും മിഡ് പോയിന്റ്സ് ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നോക്കിയേ, ഇത് രണ്ടും 1:1 റേഷ്യോ. അപ്പൊ നമ്മൾക്ക് അടുത്ത കാര്യം പറയാലോ. therefore എന്ത് പറയാം? ഇ ബി ഈക്വൽ ടു ഹാഫ് ഡി സി. ഇത്രയും മതി. therefore ഇ ബി ഈക്വൽ ടു ഹാഫ് ഡി സി. അതിന്റെ സൈഡിൽ നിങ്ങൾ റീസൺ എഴുതി വയ്ക്കുക. എന്താണ് റീസൺ? നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞത് തന്നെ. എന്താണ്? എനി ലൈൻ ജോയിനിങ് the midpoints of any two sides of a triangle is parallel to the third side and half the length of the third side. ഉള്ളൂട്ടോ ആദ്യത്തെ പ്രൂഫ്. ഇനി രണ്ടാമത്തെ പ്രൂഫ് നോക്കിക്കേ. Prove that the perpendicular bisects the bottom side of the large triangle. അതായത് ഈ വരച്ച പെർപെൻഡിക്കുലർ ഉണ്ടല്ലോ ഇ ബി, അത് ബൈസെക്ട് ചെയ്യും. അതായത് എ ബി ഈക്വൽ ടു ബി സി ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ബോട്ടം ലൈനിനെ ബൈസെക്ട് ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് എ ബി ഈക്വൽ ടു ബി സി എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മൾ ഇവിടെ ചെയ്തിട്ടില്ലേ? ഇത്രയും ഭാഗം എഴുതിയാൽ മതി എന്ത്? അതിന്റെ പ്രൂഫ് ആകാൻ. അപ്പൊ ആദ്യം ചെയ്ത പ്രൂഫിന്റെ ഇത്രയും ഭാഗം എഴുതിയാൽ മതി രണ്ടാമത്തതിന്റെ പ്രൂഫായി കേട്ടോ. എ ബി ഈസ് ടു ബി സി ഈക്വൽ ടു 1:1 എന്ന് എഴുതാം. അതിന്റെ കൂടെ എന്തും കൂടെ എഴുതാം? വിച്ച് ഇംപ്ലൈസ് എന്താണ്? എ ബി ഈക്വൽ ടു ബി സി. 1:1 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എ ബി ഈക്വൽ ടു ബി സി. ഇത്രയും എഴുതി നിർത്തി കഴിഞ്ഞാൽ അപ്പൊ ആദ്യത്തെ പ്രൂഫിന്റെ ഇത്രയും ഭാഗം എടുത്ത് എഴുതാം രണ്ടാമത്തെ പ്രൂഫ് ആകാൻ. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തേലേക്ക് വരാം. പേജ് 94. Prove that in the large triangle, the distance from the midpoint of the hypotenuse to all the vertices are equal. എന്താ നമ്മളിവിടെ തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഈ ലാർജ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എ ഡി സി. ഈ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ് ആണല്ലോ, ഹൈപ്പോട്ട്ന്യൂസിന്റെ മിഡ് പോയിന്റ് ആണല്ലോ ഈ ഇയിൽ നിന്ന് എല്ലാ വെർട്ടിസസിലേക്കും ഒരേ ലെങ്ത് ആണെന്ന്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും എക്സ്. ഇപ്പൊ 2 വെർട്ടെക്സ് ആയി അല്ലെ? ഇനി ഒരു വെർട്ടെക്സും കൂടി ഇല്ലേ? അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ സിയിലേക്കുള്ള ലെങ്ത് എടുത്താൽ ഇതും എക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. വലിയ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ട്ന്യൂസിന്റെ മിഡ് പോയിന്റ് ആയിട്ടുള്ള ഇയിൽ നിന്ന് 3 വെർട്ടെക്സിലേക്കും, അതായത് എ ഡി സി, ഈ 3 വെർട്ടെക്സിലേക്കും സെയിം ലെങ്ത് ആണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇത് രണ്ടും എക്സ് ആണെന്ന് നമ്മൾ തെളിയിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? ഓൾറെഡി ഗീവൺ ആണ്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എ ഇ ഈക്വൽ ടു ഇ ഡി ഈക്വൽ ടു ഇ സി ഈക്വൽ ടു എക്സ്. ഇതാണ് തെളിയിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ നടത്തിയ കൺസ്ട്രക്ഷൻ എന്താ? ജോയിൻ ഇ സി. അതാണ് കേട്ടോ കൺസ്ട്രക്ഷൻ. ജോയിൻ ഇ സി, ഇതാണ് നമ്മൾ നടത്തിയ കൺസ്ട്രക്ഷൻ. ഇനി നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം എന്താ? എ ഇ ഈക്വൽ ടു ഇ ഡി ഈക്വൽ ടു എക്സ്. കാരണം എന്താ? അത് ഗിവൺ ആണ്. എന്താ ഗിവൺ? ഇ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ഡി എന്നുള്ളത് തന്നിരിക്കുന്ന കാര്യം. അപ്പൊ അത് നമ്മളിനി പ്രൂവ് ചെയ്യണ്ട. നമുക്ക് ഏത് പ്രൂവ് ചെയ്താൽ മതി? ഇ സി എക്സ് ആണെന്നുള്ളതാണ് ഇനി പ്രൂവ് ചെയ്യേണ്ട കാര്യം. അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ട്രയാങ്കിളുകൾ എടുക്കാം. ഈ കുഞ്ഞു ട്രയാങ്കിളുകൾ 2 ഇല്ലേ? കൺസിഡർ ട്രയാങ്കിൾ എ ബി ഇ. ആ കുഞ്ഞു ട്രയാങ്കിൾ എടുത്തു. എ ബി ഇ ഈ കുഞ്ഞു ട്രയാങ്കിൾ എടുത്തു. ഇ ബി സി ഈ കുഞ്ഞു ട്രയാങ്കിൾ എടുത്തു. ആൻഡ് ട്രയാങ്കിൾ
EBC. ഇവർ രണ്ടുപേരും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലെങ്ത്തും ഇതിന്റെ ലെങ്ത് സെയിം ആണെന്ന് പറയാലോ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇത് 90 ഡിഗ്രി ആംഗിൾ, ഇതും 90 ഡിഗ്രി ആംഗിൾ. ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ത്? AB = BC തൊട്ട് മുമ്പിലത്തെ പ്രൂഫിൽ. ഇനി അത് അവിടെ നിങ്ങൾക്ക് ഇത് മാത്രമായിട്ടാണ് ചോദിക്കണമെങ്കിൽ എടുത്ത് എഴുതണം കേട്ടോ. എന്താണ്? ഈ രണ്ട് പാരലൽ ലൈൻസ് ഈ ADനെ കട്ട് ചെയ്യുന്ന അതേ റേഷ്യോയിൽ തന്നെ ACനെയും കട്ട് ചെയ്യും എന്നുള്ളത് എടുത്ത് എഴുതണം. ഇതിപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്താണ്, ഇനി നമ്മളത് എഴുതുന്നില്ല. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് AB = BC. അപ്പൊ നമുക്ക് ഇത് ലെങ്ത് എത്രയാണെന്ന് അറിയില്ല. എനിവേ ഇത് നമ്മൾക്ക് ഒരു y ആണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ രണ്ട് ട്രയാങ്കിൾ എടുത്തു. അതില് ഈ രണ്ട് ട്രയാങ്കിളിന്റെയും എന്താണ്? ബേസ് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? AB = BC = y. ഓൾറെഡി പ്രൂവ്ഡ്. അത് പ്രൂവ് ചെയ്ത കാര്യം. ഇനി അതേപോലെ നമുക്ക് നോക്കിയേ, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് 90 ഡിഗ്രി ആയിരിക്കില്ലേ? കാരണം ലീനിയർ പെയർ. ഓൾസോ ആംഗിൾ ABE = ആംഗിൾ CBE = 90 ഡിഗ്രി. എന്താണ് റീസൺ? ലീനിയർ പെയർ അല്ലെ പെർപെൻഡിക്കുലർ, ഏത് എഴുതിയാലും കുഴപ്പമില്ല. ലീനിയർ പെയർ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി, അതുകൊണ്ട് ഇത് 90 ഡിഗ്രി. അല്ലെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് രണ്ട് 90 ഡിഗ്രി. ഏത് റീസൺ വേണമെങ്കിലും എഴുതാം കേട്ടോ. അപ്പോൾ അത് കിട്ടി. അപ്പൊ ഇനിയോ ഒരു വർഷം കൂടി ഉണ്ടല്ലോ. EB = EB. ഈ ട്രയാങ്കിളിന്റെ രണ്ട് ട്രയാങ്കിളിന്റെ കോമൺ സൈഡ് അല്ലേ EB. അപ്പൊ അതും എഴുതാം. EB = EB. എന്തുകൊണ്ടാണ്? കോമൺ സൈഡ്. അപ്പൊ ഇപ്പൊ നമ്മൾ രണ്ട് ട്രയാങ്കിൾ എടുത്തിരുന്നു. ABയും EBCയും. ഈ രണ്ട് കുഞ്ഞു ട്രയാങ്കിൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ട്രയാങ്കിളിന്റെ എന്ത് കിട്ടി? ഈ സൈഡും ഈ സൈഡും കോമൺ സൈഡ് ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്. അവർക്കിടയിലുള്ള ആംഗിളും ഈക്വൽ ആണ്. ഇത്ര ഉണ്ടെങ്കിൽ എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറഞ്ഞൂടെ? ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ എന്ത് വരും? അവരുടെ മൂന്നാമത്തെ സൈഡ് ആയിട്ടുള്ള AE = EC എന്ന് വരും. കിട്ടിയാ? ഏതാണ്? രണ്ട് സൈഡും അത് ഉൾപ്പെടുന്ന ആംഗിളും ഈക്വൽ ആണെങ്കിൽ അവർ ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? വിച്ച് ഇംപ്ലൈസ് ട്രയാങ്കിൾ ABE = ട്രയാങ്കിൾ EBC. അതിൽ നിന്ന് വിച്ച് ഇംപ്ലൈസ് എന്ന് വെച്ചാൽ ഈ ചിഹ്നം നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഇംപ്ലൈസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സൂചിപ്പിക്കുന്നു. വിച്ച് ഇംപ്ലൈസ് എന്താണ്? AE = EC = X. ഹെൻസ് പ്രൂവ്ഡ്. അത്രയല്ലേ നമുക്ക് തെളിയിക്കാനുണ്ടായിരുന്നേ? അപ്പൊ എന്ത് കിട്ടി? നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റിൽ നിന്ന് 3 വെർട്ടെക്സിലേക്കും, ഈ ട്രയാങ്കിളിന്റെ മാത്രമല്ല കേട്ടോ, ഏതൊരു റൈറ്റ് ട്രയാങ്കിൾ എടുത്താലും അതിന്റെ മിഡ് പോയിന്റ്, ഹൈപ്പോട്ന്യൂസിന്റെ മിഡ് പോയിന്റിൽ നിന്ന് 3 വെർട്ടെക്സിലേക്കും ഒരേ ദൂരമായിരിക്കും. ഹൈപ്പോട്ന്യൂസിന്റെ മിഡ് പോയിന്റിൽ നിന്ന് എല്ലാ വെർട്ടെക്സിലേക്കും ഒരേ ദൂരമാണെങ്കിൽ ഈ ഹൈപ്പോട്ന്യൂസിന്റെ മിഡ് പോയിന്റിൽ നമ്മൾ കോമ്പസ് കുത്തിയിട്ട് ഏതെങ്കിലും ഒരു വെർട്ടെക്സിലേക്കുള്ള ദൂരം എടുത്തൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അത് എന്ത് സർക്കിൾ ആയിരിക്കും മക്കളെ? കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചില്ലേ? എന്ത് സർക്കിൾ ആയിരിക്കും? ആ 3 വെർട്ടെക്സിനെയും ടച്ച് ചെയ്ത് അത് കടന്നു പോകും അല്ലേ ആ സർക്കിള്. അങ്ങനെ സർക്കിളിനെ വിളിക്കുന്ന പേരെന്താ? സർക്കം സർക്കിൾ. അപ്പൊ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചായിരുന്നു റൈറ്റ് ട്രയാങ്കിളിനെ സംബന്ധിച്ച് അതിന്റെ സർക്കം സെന്റർ എന്ന് വെച്ചാൽ സർക്കം സർക്കിളിന്റെ സെന്റർ എവിടെയായിരിക്കും നമ്മൾ പറഞ്ഞത്? ഓൺ ദ ഹൈപ്പോട്ന്യൂസ് അല്ലേ? ഓൺ ദ ഹൈപ്പോട്ന്യൂസ് മാത്രമല്ല, കൃത്യമായിട്ട് നമ്മൾക്ക് പറയാൻ പറ്റും ആ ഹൈപ്പോട്ന്യൂസിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും ആ സർക്കം സർക്കിളിന്റെ സെന്റർ. അതാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടെത്തിയ കാര്യമൊക്കെ. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസിന്റെ മിഡ് പോയിന്റ് ആണ് ഈ ഇയിൽ നിന്ന് 3 വെർട്ടെക്സിലേക്കും ഒരേ ദൂരം. അപ്പൊ നമ്മളൊരു സർക്കിൾ എടുക്കുകയാണെങ്കിലോ അത് ഇത് സെന്ററും ഇത് റേഡിയസ് ആയിട്ട് ഏതെങ്കിലും വെർട്ടെക്സിലേക്കുള്ള ലെങ്ത് റേഡിയസ് ആയിട്ട് എടുത്ത് വരച്ചാൽ അത് എന്ത് കിട്ടും? നമുക്ക് ഈ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ കിട്ടും. അപ്പൊ ഈ എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ ഹൈപ്പോട്ന്യൂസിന്റെ മിഡ് പോയിന്റ് ആയിട്ടുള്ള ഈ എന്തായിട്ടാണ് വരുന്നത്? സർക്കം സെന്റർ ആയിട്ടാണ് വരുന്നത്. അതാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത്. പ്രൂവ് ദാറ്റ് ദ സർക്കം സെന്റർ ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ന്യൂസ്. അപ്പൊ അത് പറയാൻ വേണ്ടി നമ്മൾ എന്ത് എഴുതിയാൽ മതി? കൂടുതൽ കാര്യങ്ങളൊന്നും എഴുതണ്ട. തൊട്ട് മുമ്പ് നമ്മൾ 3 പ്രൂഫ് ചെയ്ത് കഴിഞ്ഞതല്ലേ. അപ്പൊ അവിടെ അതിന്റെ റീസൺ സ്റ്റേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. എന്താണ് എഴുതേണ്ടത്? the points A, D, C are at equal distance.
x from E. Okay, അപ്പോൾ therefore taking x as radius, a circle can be drawn with E as center. This circle will be the circumcircle of triangle ACD. ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് കിട്ടിയല്ലോ. അപ്പോൾ ഈ ചോദ്യത്തിലെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ 4 ഭാഗവും നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്. അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.